സൺഡേ ആയതുകൊണ്ട് ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ആദ്യം തന്നെ ചിക്കൻ നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്ത് പൊട്ടറ്റോയും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇത്രയാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അതിനെ നമുക്കൊരു 3 വിസിലടിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കാം. കുക്കറിൽ 3 വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കാം. 1-ാം പാലും 2-ാം പാലൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് അത് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓണാക്കി അതിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ. അതിൽ നമ്മളൊരു ഉള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഒരു ഇഞ്ചിയും ഒരു ഫ്ലേവറിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വാട്ടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ബിബിക്ക് ഇന്ന് സ്പെഷ്യൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. ഇതിന് മുമ്പൊന്നും ഞാൻ ചിക്കൻ സ്റ്റൂ പോയിട്ട് നല്ലൊരു ചിക്കൻ കറി പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും നന്നായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. വാടി വരുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ എടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്കൊരു പൊട്ടത്തരം പറ്റി എന്നെനിക്ക് മനസ്സിലായത്. ചിക്കനിൽ വെള്ളം ഇത്തിരി കൂടുതലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയതാ എന്നെപ്പോലെ ഇത് ഞാൻ ഈ കാണിക്കാൻ പോണല്ലോ ചെയ്താൽ മതി. നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ മതി. അടച്ച് വെച്ച് വേവിക്കാന്നല്ല, നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചതാകുമ്പോൾ ആ ചിക്കനിലെ വെള്ളം അതിനെ തന്നെ വേഗം വറ്റി കിട്ടി. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ചിക്കനൊന്ന് ഇതിൽ റെഡി ആവാൻ വേണ്ടി വിടാം. 5 മിനിറ്റ് ആകുമ്പോൾ മെല്ലെ തുറന്നിതാ നമുക്ക് നമ്മുടെ 1-ാം പാൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ 1-ാം പാൽ ചേർന്നാൽ പിന്നെ തിളയ്ക്കാൻ വിടാൻ പാടില്ല. പിന്നെ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി മൂപ്പിച്ച് ചെറിയുള്ളി കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ബിബി പറഞ്ഞത്. പിന്നെ എനിക്കും നല്ല ടേസ്റ്റുകൾ തോന്നി കേട്ടോ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിയല്ല, ഞാൻ ഉണ്ടാക്കിയത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വെള്ള കളർ കിട്ടിയില്ല എന്നൊരു വിഷമമുണ്ട്. അതൊഴിച്ചാൽ ബാക്കി ഓക്കെ.